ഇന്ത്യ വായിക്കണോ? അത് കുറെ സമയമായില്ലേ? പറയാം. കാണോ? ഇല്ല, പറഞ്ഞോ, കുഴപ്പമില്ല. ഇന്ന് നമ്മളധികം കോളിലേക്ക് പോകുന്നില്ല, നല്ല ക്ഷീണം. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നല്ല നമ്മൾ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇന്ത്യയിലെ 3 കൈപ്പള്ളിയില്ല. വാർത്തയുള്ളൂ, കണ്ടിട്ട് വായിക്കാം. ഓക്കെ. In Lok Sabha, government evades question on infant deaths due to malnutrition in tribal regions. അപ്പോൾ ട്രൈബൽ റീജിയൻസിൽ ഈ പറഞ്ഞ ആരിഫായൊക്കെ ഇതിന് മുന്നേ സംസാരിച്ചുള്ള വിഷയം തന്നെയാണ് അല്ലേ? ഈ പിന്നെ ആദിവാസി കോളനികളിൽ ഹെൽത്ത് കെയർ ഒന്നും എത്താത്തതിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ താങ്കളെ പോലെ മര്യാദക്ക് ആർട്ടിക്കുലേഷൻ ചെയ്യാൻ ഒരാൾക്കാരില്ലാത്തത് കൊണ്ട് ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒപ്പോസിഷൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മര്യാദക്ക് മറുപടി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് സംഭവം. അത് വലിയ വാർത്തയാക്കിയിട്ടുണ്ട് ഹിന്ദു. അപ്പോൾ ഇതാണ് സംഭവം. ഈ എന്താ പറയാ, കാലങ്ങളായിട്ടുള്ള ഗവൺമെന്റ്, കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ, ഇവരൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവൺമെന്റ് കഴിഞ്ഞ 15 വർഷമായിട്ട് ട്രൈബൽ ഏരിയാസിലുള്ള ആൾക്കാരൊക്കെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ദ്രൗപദി മുർമു. പുള്ളിക്കാരി ഒരു ST ആണ്, ട്രൈബൽ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. പുള്ളിക്കാരിന്റെ എന്താ ഒരു സ്ത്രീയാണ്, ഒരു ST-കാരിയാണ്. അപ്പോൾ ആ പുള്ളിക്കാരിയെ എന്താ പറയുക പ്രസിഡന്റ് ആക്കുക വരെ ചെയ്തു. അങ്ങനെ വേറെ ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ലെവലിലോട്ട് വരെ BJP ഗവൺമെന്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല. കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ട്രൈബൽ ഏരിയാസിൽ ഹെൽത്ത് കെയർ സിസ്റ്റം എത്താത്തത് കൊണ്ട്, ന്യൂട്രീഷനും മര്യാദക്ക് ഫുഡും എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത്. അതിന് കാരണം ഇപ്പോൾ ആരിഫ് ഭായ് നേരത്തെ കുറെ ആർട്ടിക്കുലേറ്റ് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് മര്യാദക്ക് എത്തിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ. ഐസൊലേഷൻ മെയിൻ ആയിട്ട്. അതെ. പിന്നെ ഭാഷ, ഇംഗ്ലീഷ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. അല്ല, ഞാൻ എപ്പോഴും പറയാം ജോഗ്രഫിക്കൽ ഐസൊലേഷൻ ആണ്. അതിപ്പോൾ ആദിവാസി മേഖലയൊന്നും വേണ്ട, നമ്മളുടെ റൂറൽ ഏരിയ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അത് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ ഉണ്ടത്. കുറെ മുന്നേ 2-3 തവണ പറഞ്ഞിട്ടുണ്ട്. അതെ. ഇനി അടുത്ത അറിയിപ്പ് എന്ന് പറയുന്നത് 3,258 ഇന്ത്യൻസ് ഡിപ്പോർട്ടഡ് ഫ്രം US in 2025, ഹയസ്റ്റ് സിൻസ് 2009. അപ്പൊ ഇതിന് മുന്നേയും ഇന്ത്യൻസിനെ ഡിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതിനെക്കാട്ടിലും 2009. അപ്പൊ അതിനുശേഷം ഇപ്പൊ ട്രംപിന്റെ റിജൈമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 3,258 പേരാണ് ഡിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോ എന്താ പറയുക വെച്ചാൽ, ഇന്ത്യക്കാരാണെങ്കിലും വേറെ ഏത് രാജ്യക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിലും US സംബന്ധിച്ചിടത്തോളം ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെന്നുണ്ടെങ്കിൽ ഡിപ്പോർട്ട് ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അത് US ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇല്ലീഗൽ ഇമിഗ്രേഷൻ ചെയ്യുക, അവിടെ ചെന്ന് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുക, അവിടെ ചെന്ന് ജോലി എടുക്കാണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വെൽഫെയർ പിണങ്ങി നിൽക്കുക, ഇതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. അത് ഇന്ത്യക്കാർ ചെയ്യുന്നത് വളരെ കുറവാണ് പൊതുവെ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളിടത്തോളം കാലം, യൂറോപ്പിലാണെങ്കിലും US പക്ഷെ അത് ചെയ്യുന്ന ആൾക്കാരെ റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് റിപ്പോർട്ട് ചെയ്യേണ്ടി തന്നെ ചെയ്യും. അപ്പൊ അതിനെ എന്താ പറയുക, എതിർത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു സാധനമാണ്. വി വിൽ ബേൺ ദി പ്ലാനറ്റ് എക്സ്പാൻഡിങ് AI വിത്ത് ദി കറന്റ് ടെക്നോളജി സേസ് NTT ഡാറ്റാസ് ഖാൻ. ഇതാണ് അടുത്തൊരു സംഭവം. നമുക്കൊരു നമുക്കൊരു ഇൻഹറന്റ് ആയിട്ടുള്ള ബയസ് ഉണ്ട്. അതായത് നമ്മൾ ഈ കമ്പ്യൂട്ടർ AI ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയധികം ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയധികം ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഓട്ടോമാറ്റിക് ഡിജിറ്റലൈസ്ഡ് വെഹിക്കിൾസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയധികം ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. പക്ഷെ നമ്മുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നോർത്ത് അമേരിക്കയിലെ NTT ഡാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ CEO പറയുന്നത്, തൻവീർ ഖാൻ എന്നൊക്കെയാണ് കേട്ടോ പേര്, പക്ഷെ പറയുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അംഗീകരിക്കണമല്ലോ. ഇത് പിന്നെ ബേസിക്കലി ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഗ്രൂപ്പ് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ടും കൂടി പറയാണ്, നമ്മൾ ഈ നെറ്റ് ഉപയോഗിക്കുന്നതും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. കാരണം എനർജി എടുക്കുന്നത് ഇലക്ട്രിസിറ്റിയിൽ നിന്നാണല്ലോ. അത് കൂടാതെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധനങ്ങൾ കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് എടുക്കുന്നത് നമ്മളെ സോഴ്സിനെ ബാധിക്കുമ്പോൾ എന്താ പറയുക, കൂടുതലായിട്ട് എനർജി എടുക്കേണ്ട ആവശ്യകത വരും. അപ്പോൾ കൂടുതലായിട്ട് ഫോസിൽ ഫ്യൂൽസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഈ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്ന സണ്ണും സോളാർ എനർജിയും വിൻഡ് എനർജിയൊന്നും നമുക്ക് പിന്നെ ഫോസിൽ ഫ്യൂൽ എഫിഷ്യൻസിന്റെ അത്രയധികം എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് കാർനോട്ട് സൈക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു തിയറീസ് ഉണ്ട്. അപ്പോൾ അത് പ്രകാരം ഫിസിക്സിന്റെ ഒരു തിയറിയാണ്. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ആ ഒരു തിയറി പ്രകാരം കാർനോട്ട് സൈക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു റേഷ്യോ ഒക്കെ ഉണ്ട്, ഫ്യൂൽ ടു എയർ റേഷ്യോ ഒക്കെ ഉണ്ട്.
അപ്പോൾ ഫ്യൂൽ ടു എനർജി റേഷ്യോ. അപ്പോൾ അത് ഫ്യൂസൽ ഫ്യൂവലിനാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത്. ആ ഒരു റേഷ്യോന്റെ പിന്നെ 7 അയലത്ത് ക്ലൈമറ്റ് ചേഞ്ച് ഈ പറഞ്ഞ പോലെ റിന്യൂവബിൾ എനർജിക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഒരു റിന്യൂവബിൾ എനർജി ഒഴിച്ച്, ന്യൂക്ലിയർ എനർജി ഒഴിച്ച് ബാക്കി ഒരു എനർജിക്കും ആ ലെവലോട്ട് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുന്നതിൽ വേറെ പ്രശ്നങ്ങളുണ്ട്. കാരണം ന്യൂക്ലിയർ എനർജി നമ്മൾ മര്യാദക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിനെ വേറെ ഒരു ബോംബൊക്കെ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെയും പ്രശ്നങ്ങളാണ്. അപ്പോൾ എൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ റിന്യൂവബിൾ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഫോസിൽ ഫ്യൂവൽസിനെ മൊത്തത്തിൽ നമുക്ക് പിന്നെ തടയാൻ പറ്റത്തില്ല. കാരണം ആ ഒരു എഫിഷ്യൻസിലോട്ട് റിന്യൂവബിൾ എനർജി എത്തിയിട്ടില്ല. ഇനി എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സോളാർ എനർജിനും വിൻഡ് എനർജിനും നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ന്യൂക്ലിയർ എനർജിനെ ഫോക്കസ് ചെയ്യണം. അങ്ങനെ ന്യൂക്ലിയർ എനർജിനെ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള മര്യാദക്കുള്ള നിയമങ്ങളും നിയമാവലികളും ഒക്കെ കൊണ്ടുവരണം. അതിനെ മിസ്യൂസ് ചെയ്യില്ല, ന്യൂക്ലിയർ എനർജി മിസ്യൂസ് ചെയ്യില്ല. അതിൻ്റെ ന്യൂക്ലിയർ വേസ്റ്റിനെ മര്യാദക്ക്, ഇപ്പോൾ റഷ്യയിൽ ഇപ്പോൾ ചെർണോബിലിൻ്റെ കേസ് പറഞ്ഞ പോലത്തെ ഒരു ഡിസാസ്റ്റർ ഇന്ത്യയിൽ വേറെ പല രാജ്യങ്ങളിൽ ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള നിയമാവലികളും പിന്നെ ആ രീതിയിലുള്ള പ്രിക്കോഷൻസ് ഒക്കെ ഇന്ത്യ എടുക്കണം. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം നമ്മൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തൻവീർ ഖാൻ, നമ്മുടെ NTT ഡാറ്റ ആൻഡ് നോർത്ത് അമേരിക്ക CEO പറയുന്നത്, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പറയുന്നത്, AI ഉപയോഗിച്ചത് കൊണ്ടും കമ്പ്യൂട്ടർ കിടന്ന് കളിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൻ്റെ ജോലികളായതുകൊണ്ടൊന്നും ക്ലൈമറ്റ് ചേഞ്ച് നിൽക്കാൻ പോകുന്നില്ല, ഗ്ലോബൽ വാർമിംഗ് നിർത്താൻ പോകുന്നില്ല. അത് കൂടുതലായിട്ട് ഫോസിൽ ഫ്യൂവൽസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനും ഒക്കെ കാരണമാവത്തേ ഉള്ളൂ. കാരണം AI-ൻ്റെ പിന്നെ ഈ പറഞ്ഞ പോലെ AI ടൂൾസ് സാധാരണ ഗൂഗിൾ സെർച്ചിനെക്കാട്ടിലും കൂടുതലായിട്ട് പിന്നെ എനർജി ഉപയോഗിക്കും. കാരണം അത്ര അധികം ഡാറ്റ അവർ പിന്നെ ഓരോ സംഭവം നമ്മൾ സെർച്ച് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത് പല പല സാധനങ്ങൾക്ക് നിന്ന്. അപ്പോൾ ആ രീതിയിൽ എനർജി അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഗൂഗിൾ സെർച്ചിനെക്കാട്ടിലും ട്രഡീഷണൽ ഗൂഗിൾ സെർച്ചിനെക്കാട്ടിലും കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കാൻ AI കാരണമാകും എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പറയാനുള്ളത്. ആരിഫ് ഭായ് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.